ഇവിടെ മണ്ഡലത്തിൽ മൂലപ്പാടം, ഒറ്റച്ചാൽ തുടങ്ങി ആർപിയ നഗർ, വിദ്യാനഗർ, നേരത്തെ കേരള സുന്ദരഗിരി ഭാഗം, നമ്മുടെ തങ്കപ്പൻ റോഡ്, ഈ മേഖലയിലെല്ലാം തന്നെ വെള്ളം കയറിയിരുന്നു. സാധാരണ വെള്ളം കയറുന്ന ചില പ്രദേശങ്ങളാണ്. അതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുണ്ടായ ഒരു ഭാഗം മൂലപ്പാടാണ്. മൂലപ്പാടം കഴിഞ്ഞൊരു 14 കൊല്ലത്തോളമായി തുടർച്ചയായി വെള്ളം കയറുന്ന സ്ഥലമായി. ഹൈവേയുടെ നിർമ്മാണത്തിന് ശേഷം അന്ന് മുതൽ, അത് പറഞ്ഞാൽ അന്ന് മുതൽ തന്നെ ഈ വെള്ളം കയറുന്നു എന്നത് ശക്തിപ്പെട്ടു. പിന്നെ പേര് സൂചിപ്പിക്കുന്ന പോലെ ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ അതൊരു പാടായിരുന്നു. ഞങ്ങളൊക്കെ ഇപ്പോൾ താമസിച്ച് പാടത്ത് കൂടാതെന്നാണ് കോളേജിൽ പോകുന്നത്. 10-30 വർഷത്തിനുള്ളിൽ ഒത്തിരിയേറെ കെട്ടിടങ്ങൾ വന്നു. നേരത്തെ തോടുണ്ടായിരുന്നു, ആ തോടിപ്പോൾ അവിടെ ഇല്ലാതായി. ഇപ്പുറത്തേക്ക് സാലീസിന്റെ ഭാഗത്തുള്ള എല്ലാം തോട് ചെറുതായി പോയി. ഇതെല്ലാം കണക്കിലെടുത്തിട്ടൊരു ബൃഹത് പദ്ധതി ശാശ്വത പരിഹാരത്തിന് വേണ്ടി കണ്ടിരുന്നു. കയ്യേറ്റങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിപ്പിക്കുക. അതിൽ സർവേ വിഭാഗം, റവന്യൂ വിഭാഗം കുറേയേറെ ഭാഗങ്ങൾ കയ്യേറ്റം മാർക്ക് ചെയ്ത് മുനിസിപ്പാലിറ്റിക്ക് കൊടുത്തിട്ടുണ്ട്. അത് ഒഴിപ്പിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ PWD ഒരു കൽവർട്ട് പണിയുക. അവിടെ നിന്ന് പിന്നെ വെള്ളം ഹൈവേയിലേക്ക് വരുമ്പോൾ ഹൈവേ നിലവിലുള്ള പൈപ്പെട്ട ഭാഗം അത് വലുതാക്കി വെള്ളം ഒഴുകി പോകാൻ സംവിധാനം ഉണ്ടാക്കുക. അവിടെ നിന്ന് റെയിൽവേ ഒരു കൽവർട്ട് പണിയുക. ഇതായിരുന്നു ആ പദ്ധതി. PWD ഭാഗം പൂർത്തീകരിച്ചു. ഹൈവേ പദ്ധതിക്ക് അംഗീകാരം നൽകി. അവർ 3 തവണ ടെൻഡർ ചെയ്തെങ്കിലും ആരും ആ ടെൻഡർ എടുത്തില്ല. അത് പുഷപ്പ് സംവിധാനം വഴി റെയിൽവേയുടെ കോൺട്രാക്ടർമാരെ സാധാരണ എടുക്കുന്നു. 17-ാം തീയതി അതിന് അവസാനം, ഇന്നിപ്പോ പ്രൊജക്ട് ഡയറക്ടർ ഉണ്ടായിരുന്നു. 17-ാം തീയതിയോട് കൂടി അത് ചെയ്യാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വർക്ക് അവാർഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ പ്രതിസന്ധിയെല്ലാം കുറച്ച് ഗവൺമെന്റ് വന്നതുകൊണ്ട് റീബിൽഡ് കേരള പുതിയ പ്രൊജക്ടുകൾ ഒന്നും എടുത്തിരുന്നില്ല. എങ്കിലും ഇപ്പോഴത്തെ സാഹചര്യം കൂടി പരിഗണിച്ച് അത് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് പരിശോധിക്കണമെന്ന് അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ വന്നാൽ മാത്രമേ ശാശ്വതമായ പരിഹാരത്തിലേക്ക് വരികയുള്ളൂ. ഇനി നമ്മൾ കുറെ കൂടി കാനകളുടെ ആഴം കൂട്ടേണ്ടി വരും, വീതി കൂട്ടേണ്ടി വരും. കേരളത്തിൽ വലിയ മാറ്റമാണ്. ദുബായിൽ പെയ്താത്ര മഴയാണെന്ന് ചിലർ പറയുന്നത്. ഈ 157 മില്ലിമീറ്റർ പെയ്തു എന്നുള്ളത് അവിടെ പെയ്ത് 154, ഒരു ദിവസം വരെ 250 മില്ലിമീറ്ററോട് അവിടെ പെയ്തിട്ടുണ്ട്. അവര് ഒരിക്കലും മഴ പെയ്യില്ല എന്ന് കരുതിയിട്ടായിരിക്കും ഏതെങ്കിലും ഉണ്ടാവില്ല. ഇനി ചിലപ്പോൾ വളരെ വേഗത്തിൽ എത്ര മഴ പെയ്താലും വരാൻ സൗകര്യം ഉണ്ടാക്കുമായിരിക്കും. പക്ഷെ നമുക്കും ഇപ്പോ ദീർഘവീക്ഷണത്തോടു കൂടി ഈ മഴയുടെ അളവ് കൂടി കണക്കിലെടുത്തുകൊണ്ട് ബാക്കി കാര്യം ചെയ്യണം. ഇപ്പൊ നാളെ തന്നെ മെട്രോ സൗന്ദര്യവൽക്കരണം നടത്തിയിട്ടുണ്ട്. പക്ഷെ ഉടമസ്ഥാവകാശം NHAയ്ക്കും PWDക്കാണ്. പക്ഷെ ഇതിൽ തമ്മിലുള്ള തർക്കം പല ഘട്ടങ്ങളും തുടരുന്നുണ്ട്. അപ്പൊ അത് ഉടമസ്ഥാവകാശം അവർക്ക് തന്നെ. പക്ഷെ മെട്രോയുടെ നിർമ്മാണ ഈ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി ഒഴുക്കിന് തടസ്സം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് മെട്രോ തന്നെ പരിഹരിക്കണം. അങ്ങനെ കഴിഞ്ഞ ടോള്, അതുപോലെ യൂണിവേഴ്സിറ്റി ജംഗ്ഷൻ, പ്രീമിയർ ജംഗ്ഷൻ, ഇവിടെയെല്ലാം അവിടെ ഉണ്ടായിരുന്ന അതിന്റെ അങ്ങോട്ട് പോകുന്ന വെള്ളം പോകുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ വീതി കൂടി ഗ്രില്ലൊക്കെ വെച്ചിട്ട്. ഇപ്പൊ നാളെ മെട്രോയും NHAയും PWDയും മുനിസിപ്പാലിറ്റി എല്ലാവരും അവരവരുടെ കാനകളിൽ ഇനിയും എന്തെങ്കിലും പൂർണ്ണമായിട്ടും ശുചീകരിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ വളരെ ഗൗരവമായ പ്രശ്നം, ജനങ്ങളെല്ലാവരും, നമ്മളിപ്പോ ജനങ്ങളാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ജനപ്രതിനിധികൾ സംവിധാനങ്ങൾ ചെയ്യുന്നതോടൊപ്പം എല്ലാവരും തന്നെ അനധികൃതമായിട്ടുള്ള കാര്യങ്ങളെല്ലാം മാറ്റം വരുന്നത്. എവിടെയൊക്കെ ഇപ്പൊ ജനങ്ങൾ തന്നെ, നാട്ടുകാർ തന്നെ കഴിഞ്ഞ ദിവസം പൊളിച്ചതായിട്ട് ചില മാധ്യമങ്ങൾ, അത് മുഖം നോക്കാതെ തന്നെ കർക്കശമായ നടപടി സ്വീകരിക്കണം. മുനിസിപ്പൽ സെക്രട്ടറിയോട് പറഞ്ഞിട്ടുണ്ട്, അനധികൃതമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിർമ്മിതികൾ ഈ വെള്ളത്തെ തടസ്സമുണ്ടാക്കുന്നിടത്ത് അടിയന്തരമായി അത് പൊളിച്ചു മാറ്റണം. ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഡെപ്യൂട്ടി കളക്ടർ ഉണ്ടായിരുന്നു. അതിന് മുനിസിപ്പാലിറ്റിക്ക് എന്തെങ്കിലും പിന്തുണ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ആവശ്യമാണെങ്കിൽ ആ പിന്തുണ നൽകണം എന്ന് അവരോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പിന്നെ ഇന്നലെ അല്ല, ആദ്യത്തെ വെള്ളം കയറി ഒരു ദിവസം തിരുവനന്തപുരത്ത് പോയി വന്നതാണ്. 2 ദിവസം ആദ്യത്തെ ഈ മഴ ഉണ്ടായപ്പോ എല്ലാ സ്ഥലങ്ങളിലും പോയ സന്ദർഭത്തിൽ നമ്മളൊക്കെ ഞെട്ടിപ്പിക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. അപ്പൊ അവിടെ സെന്റ് ജോസഫ് സ്കൂളിന്റെ അപ്പുറത്ത് നമ്മുടെ പഴയ MLA AM യൂസഫ് ഒക്കെ താമസിക്കുന്നതിന്റെ മുൻവശത്ത് മതിൽ പൊളിഞ്ഞു. നിങ്ങൾ ചിലപ്പോൾ അവിടെ പോയിട്ടില്ലെങ്കിൽ നിങ്ങൾക്കതൊരു വലിയൊരു അനുഭവം കാണാൻ പറ്റാതെ പോയിട്ടുണ്ട്. ഞാൻ അവിടെ ചെല്ലുമ്പോ ഒരു 10 ലോഡ് വേസ്റ്റേക്ക് ചുരുങ്ങിയിരുന്നു. ഇത് വലിയ മതിലാണ്.
പള്ളി പ്രോപ്പർട്ടിയുടെ. അപ്പോ കഴിഞ്ഞ കുറെ കാലമായിട്ട് ആളുകൾ നല്ല പരിശീലനം വേണ്ടിയിട്ടുണ്ട്. സ്വിഗ്ഗി എല്ലാം തുടങ്ങിയിട്ടുള്ള ഈ ഒരു 10 ലോഡിനുള്ളത് മൊത്തം ഇത് മതില് പൊളിഞ്ഞോടുകൂടി അവിടെ വളവ പറമ്പിൽ കിടന്നത് മുഴുവൻ തള്ളിയെന്നോ ഒരു 3-4 വീടിന്റെ പരിസരം മുഴുവൻ മാലിന്യങ്ങളുടെ കിറ്റിങ്ങനെ കയറി നിൽക്കുകയാണ്. അത് ഒരു ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയാണ്. കാരണം അത് ആരും നോക്കുന്നില്ല. ഒഴിഞ്ഞിടക്കുന്ന സ്ഥലമാണ്, വലിയ മതിലുണ്ട്. അപ്പൊ അതിന്റെ മുകളിലൂടെ ഈ മുനിസിപ്പാലിറ്റിയിലെ ആൾ തന്നെ ആവണമെന്നില്ല, ഈ സൗകര്യം കണ്ടിട്ട് പലയിടുന്ന ആളുകളുണ്ടോ. ഒരു 10 ലോഡിനെങ്കിലും ഉണ്ട് ഇന്നലെ ആരെങ്കിലും പോയിട്ട് കാണാം. അത്രമാത്രം ഇതാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അവിടെ അവരോട് പറഞ്ഞത് ഇനി മതിൽ കെട്ടുമ്പോൾ മുകളിൽ നെറ്റ് വയ്ക്കണം. പേരൂര് നഗരസഭ നമ്മുടെ ശുചിത്വത്തിനൊപ്പം കളമശ്ശേരിയുടെ തുടർച്ചയായിട്ട് അവര് കംപ്ലീറ്റ് ക്യാമറ വെച്ചു. പിന്നെ ഇപ്പോ എടപ്പള്ളി അവിടെയാണ് ഇപ്പോ നിങ്ങൾ ചെറുപ്പത്തിൽ താമസിച്ചത്. അവിടെ പൂർണ്ണമായിട്ടും മുനിസിപ്പൽ ഇതാണ്. ഇപ്പോ നോക്കുമ്പോ ചിലയിടങ്ങളിൽ കാനയില്ല, ഉള്ള കാന വീതി ഉള്ളതാണ്. അപ്പൊ കാന വന്നിട്ട് പിന്നെ നിൽക്കുകയാണ്. പിന്നെ ഒരു 10-200 മീറ്റർ വീണ്ടും കാന ഉള്ളതാണ്. അപ്പൊ ആളുകൾ പറയുന്നത് റോഡ് ചെരിഞ്ഞടക്കുന്നുണ്ട്, പിന്നെ വെള്ളം അതിലൊഴുകി കൂടുന്നതാണ്. ഇപ്പോൾ ഉള്ളതും തന്നെ വീതി കുറഞ്ഞതാണ്. പിന്നെ എടപ്പള്ളി തോടിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ഈ വൃത്തിയാക്കിയ ഭാഗത്തും ഇപ്പോ ഈ വർഷമായപ്പോ വീണ്ടും ഓടയെല്ലാം കെട്ടിയിട്ടുണ്ട്. അപ്പൊ അടിയന്തരമായിട്ട് എടപ്പള്ളി തോടിന്റെ ഭാഗം ഇപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഡെപ്യൂട്ടി കളക്ടറും കോർപ്പറേഷന്റെ എഞ്ചിനീയർ, ഇറിഗേഷൻ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഉണ്ടായിരുന്നു. അവര് ഒന്നിച്ച് വീണ്ടും പരിശോധന നടത്തുന്നുണ്ട്. ആ ഭാഗം എടപ്പള്ളി തോട് കഴിയാവുന്നിടത്തോളം ക്ലിയർ ആക്കാനുള്ള പദ്ധതി 2 ദിവസം കൊണ്ട് ചെയ്യണമെന്ന് കണ്ടിട്ടുണ്ട്. ബാക്കി മുനിസിപ്പാലിറ്റി അവരുടെ കാനകളെല്ലാം ആളുകൾ പറയുന്നത് അത് ഇത് മാറ്റി ക്ലീൻ ചെയ്യുന്നില്ല എന്ന ഒരു പ്രശ്നം പറയുന്നുണ്ട്. മുനിസിപ്പൽ സെക്രട്ടറിയും ചെയർപേഴ്സണും മറ്റു കൗൺസിലർമാരും ഉണ്ടായിരുന്നു. അവരും 2 ദിവസം കൊണ്ട് പൂർണ്ണമായിട്ട് ക്ലീനിങ് നടത്തണം. പിന്നെ എവിടെയൊക്കെ അനധികൃതമായ നിർമ്മാണങ്ങളോ മറ്റു രീതിയിലുണ്ടെങ്കിൽ മുനിസിപ്പാലിറ്റി കർക്കശമായ മുഖം നോക്കാതെയുള്ള നടപടി സ്വീകരിക്കണം. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ തൽക്കാലത്തേക്ക് ഒരു പരിഹാരവും. പിന്നെ ഇപ്പൊ ഒരു പ്രൊപ്പോസൽ അവിടെ ഉണ്ട്, ഒരു കുറച്ചുകൂടി വലുതാക്കി കാന മുനിസിപ്പാലിറ്റിയുടെ കുറെ കൂടി വീതി കൂട്ടുക, എന്നിട്ട് എടപ്പള്ളി തോടിലേക്ക് ചാടിക്കുന്ന പ്രൊപ്പോസൽ അവിടെ റെസിഡൻസ് അസോസിയേഷനിലും മറ്റു സംഘടനകളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അത് തുടർന്ന് പരിഗണിക്കുന്നതായിരിക്കും. 3ാമത്തെ ഭാഗം പൊറ്റച്ചാലാണ്. പൊറ്റച്ചാലിനാണ് കഴിഞ്ഞ തവണ വെള്ളം കയറിയത്, കഴിഞ്ഞ മുമ്പത്തെ തവണ. അപ്പൊ അന്ന് നമ്മൾ ഒരു മാപ്പിംഗ് നടത്തി. പൊറ്റച്ചാലിന്റെ കുറച്ച് 5 മീറ്റർ ആയിരുന്നു തോട് കാന. അതെല്ലാവരും കൂടി നല്ല യോജിപ്പോട് കൂടി 4.5 മീറ്റർ പൂർണ്ണമായിട്ട് അടച്ച് റോഡാക്കി. പിന്നെ 1/2 മീറ്ററാണ്. ഈ 1/2 മീറ്ററിലൂടെയാണ് വെള്ളം എടുക്കുന്നത്. 2 ദിവസം വീട് പോകും. വീടുകളിലേക്കെല്ലാം സ്ലാബൊക്കെ ഇട്ടിട്ടുള്ള വാഹനം പോകാനുള്ള സൗകര്യമാണ്. അപ്പൊ അതെല്ലാം കണക്കിലെടുത്തിട്ട് അന്ന് ഈ വെള്ളം കയറിയപ്പോ ഇറിഗേഷന്റെ സൂപ്രണ്ടിംഗ് എഞ്ചിനെ ചുമതലപ്പെടുത്തി ഒരു മാപ്പിംഗ് നടത്തി. ഈ മുനിസിപ്പാലിറ്റിയിലെ എവിടെ നിന്നൊക്കെ വെള്ളം വരുന്നു, എവിടേക്ക് തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിൽ വരുന്നുണ്ട്, മറ്റു പല പ്രദേശങ്ങളും വരുന്നുണ്ട്. ആ മാപ്പിംഗ് നടത്തി. അത് മുനിസിപ്പാലിറ്റിയുടെ ആണ് ആ തോട്. പക്ഷെ ഇപ്പൊ അവർ വീണ്ടും അവിടെ കുറച്ച് അടയ്ക്കുമ്പോൾ സമീപനം ഒരു ചർച്ചയില്ലാതെ ചെയ്യുന്നത്. യഥാർത്ഥ ഇറിഗേഷൻ വേണ്ടിയിട്ട് ആലോചിച്ചിട്ട് നടപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ റീബിൽഡിംഗ് ഇനീഷ്യേറ്റീവില് കേരള ഇനീഷ്യേറ്റീവില് നമ്മളൊരു 14.5 കോടിയുടെ പദ്ധതി സമർപ്പിച്ചിട്ടുണ്ട്. മുനിസിപ്പാലിറ്റി ആണെങ്കിൽ പോലും നമ്മളത് മൊത്തം നാടിനെ ബാധിക്കുന്ന പ്രശ്നമായതുകൊണ്ട് അത്രയും വലിയ ഉത്തരവാദിത്തം അവിടെ ഏറ്റെടുക്കാൻ കഴിയില്ല എന്നതുകൂടി പരിഗണിച്ചിട്ട് നമ്മൾ ആവശ്യപ്പെട്ട പ്രകാരം സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ വാജി തയ്യാറാക്കിയ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ റീബിൽഡ് കെയറിലേക്ക് ഒരു പ്രൊപ്പോസൽ കൊടുത്തിട്ടുണ്ട് 14.5 കോടിയുടെ.